അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സ്ട്രീറ്റിലൂടെ ഒരു യാത്ര. ചർച്ച് സ്ട്രീറ്റില്ല, ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റ്. രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്നിവിടെ ആ തിരക്കൊന്നുമില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവിടെ മൊത്തം വണ്ടികളാണ്. ഇന്നിവിടെ തീരെ തിരക്കില്ല ഗൈസ്. ഇവിടെ നല്ല തിരക്കുണ്ടാവാറില്ല രാവിലെ തന്നെ. ഇവിടെ രാവിലെ തന്നെ ഭയങ്കര ഉണ്ടാവാറുള്ളതാണ്. ഇന്നിപ്പോൾ തീരെ തിരക്കില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല, ആൾക്കാരൊക്കെ ഉറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കണ സ്ട്രീറ്റ്. അടിപൊളി സ്ട്രീറ്റാണ്. കണ്ട ആ സൈഡിലൊക്കെ നല്ല അടിപൊളി കടകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചായ കുടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് പോണത്. രാവിലെ ആണ്ട് തിരക്കുറവാണേ. എന്ത് ലോട്ടറിയാ കണ്ട ഈ ചായക്കട കണ്ട ഒരു മറ്റേ ഇത് നാരങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ATM ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇതൊക്കെ നമ്മുടെ സൈഡിലുള്ള ഓരോ ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണ്. പി ജി അല്ലത്, ഇത് ഇവിടെ ഉള്ള ആൾക്കാർ താമസിക്കുന്നതാ. തേപ്പാടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, അടിപൊളി. ആ സൗകര്യങ്ങളും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇതൊക്കെ നമ്മുടെ സൈഡിലുള്ള ഓരോ ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണ്. പി ജി അല്ലത്, ഇത് ഇവിടെ ഉള്ള ആൾക്കാർ താമസിക്കുന്നതാ. തേപ്പാടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, അടിപൊളി. കണ്ടോ ആ എനിക്ക് ഇവിടെ കണ്ട ചേച്ചിമാരൊക്കെ പൂ കച്ചവടം നടത്തണുണ്ടോ. കച്ചവടമല്ല, രാവിലെ തന്നെ പൂ നെയ്യാണോ വീഡിയോ. ഇവിടെ അമ്പലം ഉണ്ട് ബാക്കിൽ, അത് കാണിച്ചില്ല. ആ മന്ദിരം കണ്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. ആൾക്കാരൊക്കെ ഒന്ന് രാവിലെ തന്നെ പ്രാർത്ഥിക്കും അവിടെ. നടന്ന് പാടിത്തളർന്നു. ഇതൊക്കെ ഒരു ഫ്ലാറ്റ് സംഭവങ്ങളാണ്. നടന്ന് ചായക്കട എത്താറായി ഗൈസ്. ചായ കുടിക്കുന്ന ഒരു മലയാളി ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് നൈസായിട്ടൊന്ന് കാണാം. ഇത് ചേട്ടന്മാരൊക്കെ മറ്റേ വണ്ടിയിൽ പറവിക്കണം. ലൂണ എൻ്റെ കാലുകൾ ചേട്ടൻ നീ മാങ്ങയൊക്കെ വെച്ചോണ്ട് പോകണ്ട. ആ ഊട്ടി നടന്നു കടയെത്തി ഗൈസ്. കുഴിമന്തി റെസ്റ്റോറൻറ്റാ. അത് ചേച്ചി മരിച്ചതിന് കേട്ടോ. നമ്മൾ കടയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ്ട നമ്മുടെ ചായക്കട. അടിപൊളി ചായക്കടയാണ്. ഞങ്ങളൊരു പൂരിയും വന്നിട്ടുണ്ട്, മുട്ട റോസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചായ വന്നിട്ടുണ്ട്, പൂരിയും ബീഫും. അടിപൊളിയാണ്, കോംബോയാണ്. ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ട് തന്നെയാണ് ബീഫ് ഇട്ട് കൊടുത്ത. ബീഫ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്യാവശ്യം തിന്നോട്ടെ. അങ്ങനെയായിരുന്നു, മഞ്ഞില്ല, കുഴപ്പമില്ലാതാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. റൂമൊന്നും ഞാൻ കാണിക്കുന്നില്ല, PG ആണുള്ളത്. ഇത് കണ്ട, ഇത് റൂമിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റാണ്. ഇത് ഏതാണ് ചായക്കട, അടിപൊളിയാണ്. പോരാ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നേരെ ഉള്ള കടയാണിത്, പച്ചക്കറി കട. ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്.
കണ്ടോ, നല്ല അടിപൊളിയാണ്. അതിൻ്റെ അടുക്കൊരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തന്നെ പട്ടി അടിച്ചാണ്, ഒന്നും പറ്റിയില്ല. ഇത് ഫാർമസിയാണ്. പട്ടിയുണ്ട്, ഓടട്ടെ. തിരക്ക് കൂടിയാണ് കേട്ടോ. സൈഡിലൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ കടകളാണ്. അവിടെ നിന്നൊരു പടമുണ്ട് ഗൈസ്, ഞാൻ അങ്ങോട്ട് മാറട്ടെ. പിന്നെ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നാണ് ഗൈസ്. അപ്പോഴാണ് അലക്കാൻ സോപ്പ് പൊടി ഇല്ലയെന്ന് മനസ്സിലാക്കിയത്. ഞാൻ നേരെ സോപ്പ് പൊടി കാണിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഏതാ പോയി ഇതാണ്ട് ഫ്രിഡ്ജിൻ്റെ ഒക്കെ കടയാണ്. ഫ്രിഡ്ജൊക്കെ നന്നാക്കണ കടയാണ്. കോർപ്പറേഷൻ്റെ വണ്ടി വന്നുണ്ട് രാവിലെ തന്നെ, അതുകൊണ്ട് നല്ല നാറ്റമുണ്ട് ഗൈസ്. കണ്ടോ വേസ്റ്റൊക്കെ ഉണ്ടോ. ഓ ബാർബർ ഷോപ്പ്. ഒരാൾ മുടി വിട്ടായിരിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ കിളികളുടെയൊക്കെ കട കേട്ടോ. എന്താണ് മോനെ, സുഖല്ലേ? സോപ്പൊടിയേ, സോപ്പൊടി സോപ്പൊടി വാഷിംഗ് കറണില് ഞാൻ കയറിയ കടയിൽ സോപ്പ് പൊടി ഉണ്ടായില്ല ഗൈസ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഈ കാഴ്ച കണ്ടത്. ഇവിടെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് സൂപ്പർ മാർക്കറ്റാണ് ഉണ്ടോ. ഇവിടെ കാണാനില്ലല്ലോ തേങ്ങ. ഞാൻ ഈ സാധനം എടുത്തിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. സാധനം എടുത്ത് വാങ്ങിക്കട്ടെ. അവസാനം സോപ്പ് പൊടി കിട്ടി ഗൈസ്, കിട്ടിയാം. എന്നിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് യാത്ര തിരിക്കുകയാണ്. പശു കണ്ടോ രാവിലെ തന്നെ എണിച്ചിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മച്ചാനെ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ചിലപ്പോൾ ഒന്ന് നമ്മൾ ഫോറം മാൾ വരെ പോവും. അതും ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതാണ്. ആരെ കണ്ടേനാ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചാണ്ട് പൊട്ടിച്ചാളാ. കണ്ട ചായക്കടയൊക്കെ രാവിലെ തന്നെ തുറന്ന് ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ തുടങ്ങി. നമ്മുടെ അവിടുത്തെ പോലെയല്ല, കന്നഡക്കാരാണ് ചായ കുടിക്കാൻ മുന്നോട്ട് ഫുള്ള്. ഇവിടെ മറ്റേ കരിക്കാണ്ട, കരിക്കുള്ള കാരണം ഞങ്ങൾ കുടിക്കാറില്ല. ഇത് നാട്ടിലെ കരി കുടിക്കാറില്ല, പിന്നെയാണ് ഇവിടുത്തെ. അങ്ങനെ ഞാനിങ്ങനെ പയ്യനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലം കണ്ടത്. അല്ലെങ്കിൽ നമ്മളെ മറ്റേ മണ്ണൊക്കെ സിമെൻ്റൊക്കെ നിറയ്ക്കണം മറ്റേ മെഷീൻ മറ്റേതില്ല വണ്ടിയിൽ, ആ വണ്ടിയൊക്കെ ഉണ്ട്. ഇതുണ്ട് നല്ല വെറൈറ്റി ആയിട്ടാണ് ഇമാതിരി പച്ചക്കറി വെച്ചാണോ. ടാറ്റ ഈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാത്റൂമിൽ വെള്ളം തീർന്നൊന്നും അറിയില്ല. വേഗം പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന്. ബാത്റൂമിലൊക്കെ വെള്ളം തീർന്നാൽ പിന്നെ ലോക്കാണ് ഗൈസ്, ഒന്നും നോക്കാനില്ല. അവിടെ തന്നെ ട്രാപ്പ് ഇടാന്ന് ചെയ്യും. ഞാൻ ഒരു ദിവസം ട്രാപ്പ് ചെയ്താണ്, അപ്പം തന്നെ വെള്ളം വന്നു. അതൊന്നും കുഴപ്പമുണ്ടായില്ല. ഇതെന്താ സംഭവം? പലതരം കടകളുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്കറിയില്ല പകുതി. ഇപ്പം ഈ റൂമിലേക്ക് ചലിക്കട്ടെ, എന്നിട്ട് അവിടെ നിന്ന് മുകളിൽ വ്യൂ ഒക്കെ ഒന്ന് സെറ്റപ്പാക്കി വീഡിയോ എടുക്കാം. ഇപ്പം നമ്മൾ റൂമിൻ്റെ മുകളിൽ തുണി അലക്കാൻ വന്നേക്കാണ്. വാഷിംഗ് മെഷീനിലിട്ടാണ് അലക്കണത്. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പുകൾ മുകളിലെ ഒരു കാഴ്ച വ്യൂ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളിയാണ്, കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ്ട് നമ്മുടെ മുകളിലുള്ള ഒരു ബാക്ക് വശത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നമ്മുടെ പഴയ പി ജിയുടെ അത്രയൊന്നും ഇല്ല ഇത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. രാത്രിയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ റൂമിൻ്റെ മുകളിലുള്ള അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഇതാണ്ട നല്ല അത്യാവശ്യം കുഴപ്പമില്ല, വലിയ സെറ്റപ്പൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെയൊക്കെ രാത്രി കാണുന്നു കേട്ടോ, ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കും ഭയങ്കര ട്രാഫിക്കും ആണ്. പക്ഷെ മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലും വലിയ ഗംഭീര തിരക്കാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ താമസിക്കണമെന്ന് പറയുമ്പോൾ BTM സ്റ്റേജ് 2-ലാണ്. മടിവാളയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ 3 കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട, അല്ലാണ്ട് എന്താ പറയുക. ഓക്കെ ബൈ ബൈ.